നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭക്തിയിലമർന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാരഥോത്സവത്തിന് തുടക്കം. രഥപ്രയാണത്തിന് സാക്ഷിയായ ആയിരങ്ങൾ. വൻ ഭക്തജന തിരക്ക്. ബംഗ്ലാദേശ് ഹിന്ദു സമൂഹത്തിന് RSS ഐക്യദാർഢ്യം. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം ആസൂത്രിതം. പാക് ചൈന അതിർത്തികളിൽ സംഘപ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. അഖില ഭാരതീയ പ്രതിനിധി സഭ ബാംഗ്ലൂരുവിൽ നാളെ സമാപിക്കും. വികസിത ഭാരത മുന്നേറ്റത്തെ പ്രശംസിച്ച് ബിൽ ഗേറ്റ്സ്. ഗുണം കിട്ടുക ലോകത്തിനാകെ. AI തൊഴിൽ നഷ്ടമുണ്ടാക്കില്ലെന്നും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ. MK സ്റ്റാലിൻ വിളിച്ചുകൂട്ടിയ വിഘടനവാദ ഉച്ചകോടി പരാജയം. യോഗം ബഹിഷ്കരിച്ച് മമതയും സിദ്ധരാമയ്യയും. ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും വന്നില്ല. പങ്കെടുത്ത് പിണറായിയും തെലങ്കാന പഞ്ചാബ് മുഖ്യമന്ത്രിമാരും. കരിങ്കൊടി പ്രതിഷേധവുമായി BJP. തിരുപ്പതിയിൽ ഹോട്ടൽ നിർമ്മാതാക്കൾക്ക് ഭൂമി അനുവദിച്ചത് റദ്ദാക്കി ചന്ദ്രബാബു നായിഡു. റദ്ദാക്കിയത് ദേവ്ലോക്, MRKR, മംതാസ് ബിൽഡർമാർക്ക്. YS കോൺഗ്രസ് സർക്കാർ അനുവദിച്ച ഭൂമി. തിരുപ്പതിയിൽ ഹിന്ദു ജീവനക്കാർ മതിയെന്നും ആന്ധ്ര മുഖ്യമന്ത്രി. ബംഗാളിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പുന്നു. സ്ത്രീകളെ ബാർ ജോലിക്ക് അനുവദിക്കുന്ന ബില്ലിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ വനിതകൾ തെരുവിൽ. മഴ ഭീഷണിയിൽ ഈഡൻ ഗാർഡൻസ്. IPL 18ാം സീസണിൽ ആദ്യ മത്സരം ഇന്ന്. പോരാട്ടം കൊൽക്കത്തയും ബാംഗ്ലൂരും തമ്മിൽ. വിശദമായ വാർത്തയിലേക്ക്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥപ്രയാണം നടക്കുകയാണ്. ഉലകമണ്ഡലത്തിൽ ദേവി ബ്രഹ്മരഥത്തിൽ തിരിച്ചെത്തുകയാണ്. രാവിലെ നടന്ന രഥചലനത്തിൽ 10,000ങ്ങളാണ് പങ്കെടുത്തത്. ഇവരുകളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രഥപ്രയാണം പുരോഗമിക്കുകയാണ്. ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഈ സായം സന്ധ്യയിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പുണ്യമായ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തത്സമയ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളുടെ ഈ ക്യാമറയ്ക്ക് മുന്നിലൂടെയാണ് ഈ ബ്രഹ്മരഥം ഇങ്ങനെ ഉരുണ്ട് ക്ഷേത്ര സന്നിധിക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ ഒരു വർഷം നീണ്ട ആ ഒരു കാത്തിരിപ്പാണ് ഇവിടെ ഇപ്പോൾ സഫലമായിരിക്കുന്നത്. എന്തായാലും ബ്രഹ്മരഥോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 6 മണിയോടെയാണ് അമ്മ ബ്രഹ്മരഥത്തിലേറി ഓലക മണ്ഡപം വരെ പോയി. അതിനുശേഷം അമ്മ ഇതാ തിരിച്ച് ക്ഷേത്ര സന്നിധിക്ക് മുന്നിലേക്ക്, അമ്മയുടെ തിരുനടയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു ചടങ്ങ് നടക്കുക. അമ്മയുടെ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഭക്തരൊക്കെ തന്നെയും കാത്തിരുന്നത്. ഇത് രാവിലെ നടന്ന രഥചലനത്തിലടക്കം വലിയ ഒരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവിടെ ഒന്നാകെ ജനസാഗരമാണ്. ഈ വീഥികളൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും ദേവീ മന്ത്രധ്വനികൾ, എല്ലായിടങ്ങളിലും താളമേളങ്ങളുടെ ആ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം. ഈ നാടൊന്നാകെ ഈ അമ്മയുടെ തിരുവുത്സവം, അമ്മയുടെ രഥോത്സവം ഏറ്റവും മനോഹരമായി, ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും പ്രൗഢിയോടെ, ഏറ്റവും ആഘോഷമായി തന്നെ ഇവിടെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്രഹ്മരഥോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്മ ഓലക മണ്ഡപത്തിൽ വരെ പോയി രഥത്തിലേറി, ബ്രഹ്മരഥത്തിലേറി അമ്മ തിരിച്ച ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് കൂടി നടക്കുക. അമ്മയ്ക്ക് അർച്ചന ചെയ്ത കനകധാരയായി ആ
നാണയത്തുട്ടുകൾ ഭക്തർക്കിടയിലേക്ക് ഇങ്ങനെ ധാര പോലെ പ്രവഹിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് രാവിലെയും ഒരുപാട് ഭക്തരായിരുന്നു ഈ ഒരു ചടങ്ങിനായി സാക്ഷ്യം വഹിക്കാനായി എത്തിയത്. ആ നാണയത്തുട്ടുകൾ, അമ്മയുടെ ആ നാണയത്തുട്ടുകൾ, അമ്മ അനുഗ്രഹിച്ചു നൽകുന്ന ആ നാണയത്തുട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അത് വലിയ ഐശ്വര്യം, വരുന്ന ഒരു വർഷത്തേക്കുള്ള വലിയ ഊർജമാകും, വലിയ പ്രതീക്ഷകളാകും, വലിയ ഐശ്വര്യമാകും, വലിയ സമൃദ്ധിയാകും. അങ്ങനെ അനുഭവങ്ങളുടെ ഒരു നേർസാക്ഷ്യവുമായി ഒരുപാട് ഭക്തരാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും ദേവീ മന്ത്ര ധ്വനികളാൽ മുഖരിതമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പുണ്യമായ ആ ഒരു സമയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും ഇതാ ആ രഥത്തിൽ നിന്നും പൂജിച്ച നാണയങ്ങൾ ഭക്തർക്കിടയിലേക്ക് അങ്ങനെ വർഷിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിനാണ് ഭക്തരൊക്കെ തന്നെയും കാത്തിരുന്നത്. അമ്മ അനുഗ്രഹിച്ചു നൽകിയ കൊല്ലൂർ മൂകാംബിക ദേവി അനുഗ്രഹിച്ചു നൽകിയ സക്കാൽ പരമേശ്വരി അനുഗ്രഹിച്ചു ആ നാണയത്തൊട്ടുകൾ ഭക്തർക്കിടയിലേക്ക് അങ്ങനെ വർഷിക്കുകയാണ്. ആ ഒരു സായാഹ്നത്തിൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് നാളുകളായി കാത്തിരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പ്, ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ഫലമാണ് ഇവിടെ നടക്കുന്നത്. ആ നാണയത്തൊട്ടുകൾ തൻ്റെ പക്കലേക്ക് എത്തുവാനുമായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നിൽക്കുന്നുണ്ട്. അമ്മ നൽകുന്ന ആ അനുഗ്രഹ വർഷം അത് ജീവിതത്തിൽ എന്നും വിജയം തന്നെ ഉണ്ടാകും. ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രഹ്മരഥം വന്ന വഴികളിലൊക്കെ തന്നെയും അമ്മയുടെ നാമം ജപിച്ചുകൊണ്ട് അമ്മ എന്നുള്ള ഒറ്റ വികാരത്തോടെ ഭക്തസഹസ്രങ്ങൾ ഈ ഒരു സന്നിധിയിൽ ഒന്നാകെ ഈ ബ്രഹ്മരഥോത്സവം കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ കാത്തിരുന്നിരുന്നു. എന്തായാലും ആ ഭക്തർക്കിടയിലേക്ക് ആ നാണയം ഇങ്ങനെ വർഷിക്കുകയാണ്, അടികമാരിങ്ങനെ വർഷിക്കുകയാണ്. ആ ഒരു കാത്തിരിപ്പ് ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. ആ ഒരു ദിവസം ഈ ബ്രഹ്മരഥത്തിൽ നിന്നും അടികമാരിങ്ങനെ ആ പൂജിച്ച ആ നാണയത്തൊട്ടുകൾ ഭക്തർക്കിടയിലേക്ക് ഇങ്ങനെ വർഷിക്കുകയാണ്. ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ഇവിടെ കൂടിയ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്ന. ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ജനപ്രവാഹം ഈ സന്നിധി ഒന്നാകെ നിറഞ്ഞു നിൽക്കുകയാണ്. ബ്രഹ്മരഥോത്സവം കാണാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും അമ്മയുടെ ഭക്തരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ഇടങ്ങളിലും നാമമന്ത്രം മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം. വാക്കുകൾ കൊണ്ട് എത്ര തവണ നമ്മൾ വിശദീകരിച്ചാലും എത്ര തവണ പറഞ്ഞാലും മതി വരാത്ത രീതിയിലുള്ള ഒരു ആത്മീയ അനുഭൂതി. ഒരു ദിവസമെങ്കിലും ഒരു തവണയെങ്കിലും ഈ ബ്രഹ്മരഥോത്സവം ഒന്ന് കാണുക. ആ കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അനുഭൂതി എങ്ങനെയാണോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ആത്മീയ അനുഭൂതി അത് നേരിട്ടറിഞ്ഞെങ്കിൽ മാത്രമേ ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ആത്മീയ അനുഭൂതി എത്ര തന്നെ നമ്മൾ വിവരിച്ചാലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മീയ അനുഭൂതി അതുതന്നെയാണ് അമ്മ പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് പറയുന്നത്. പൂർവ്വജന്മ സുഹൃതം എന്നല്ലാതെ എന്തു പറയാനാകും? ഇവിടെ എത്തിയ എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്നു, അമ്മ വിളിക്കണം. അമ്മ വിളിച്ചാൽ മാത്രമേ ഈ സന്നിധിയിലേക്ക് എത്താൻ കഴിയൂ. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം അത് എത്തുക എന്നത് പൂർവ്വജന്മ സുഹൃത്തിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കുകളൊന്നുമില്ല ഈ പറയാൻ. എന്തായാലും അമ്മ അനുഗ്രഹിച്ചു നൽകുന്ന ആ നാണയത്തുട്ടുകൾ ഇങ്ങനെ ഭക്തർക്കിടയിലേക്ക് വർഷിക്കുകയാണ്. ആ നാണയത്തുട്ടുകൾ തൻ്റെ പക്കലേക്ക് എത്തിക്കാൻ അവരൊന്നാകെ, ആ ഭക്തജനങ്ങൾ ഒന്നാകെ ഇങ്ങനെ അമ്മയിൽ നിന്നുള്ള ഒരേ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഈ ഒരു സന്നിധിയിൽ ഒന്നാകെ നിൽക്കുകയാണ്. എന്തായാലും ഏറ്റവും ഭക്തി നിർഭരമായ ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക്, അക്ഷരാർത്ഥത്തിൽ ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധിയെ, ഈ സൗവർണിക തീരത്തെ, ഈ ഗ്രാമത്തെ ഒന്നാകെ ഏറ്റവും ആഘോഷത്തിൻ്റെ, പ്രൗഢിയുടെ, വിശ്വാസത്തിൻ്റെ, ഐതിഹ്യത്തിൻ്റെ, പെരുമയുടെ, പ്രൗഢിയുടെ എല്ലാം ഉത്സവമായി ഈ ബ്രഹ്മരഥോത്സവം ഇങ്ങനെ നടക്കുകയാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ ഏറ്റവും പ്രൗഢി നിറഞ്ഞ ആ ബ്രഹ്മരഥത്തിലേറി അമ്മ ഇതാ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓലക മണ്ഡപത്തിൽ നിന്നും ആ അമ്മ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും തിരുവുത്സവത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് വലിയ ഒരു പ്രവാഹം, ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഭക്തർക്ക് ആ ഒരു വലിയ അനുഗ്രഹം വരുന്ന ഒരു വർഷത്തേക്കുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം അമ്മയുടെ ഈ ബ്രഹ്മരഥോത്സവം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മീയ അനുഭൂതി തന്നെയാണ് സുരേഷ് ഇവിടെ നിന്ന് നമുക്ക് പകർന്നു നൽകാൻ കഴിയുക.
കല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥപ്രയാണം പുരോഗമിക്കുകയാണ്. ഓലക മണ്ഡപത്തിൽ ദേവി ബ്രഹ്മരഥത്തിൽ തിരിച്ചെത്തുന്നു. രാവിലെ നടന്ന രഥചലനത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. വലിയ ഭക്ത ജനപ്രവാഹം തന്നെയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ. ക്ഷേത്രസന്നിധിയിൽ നിന്ന് മരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി RSS പ്രതിനിധി സഭ. ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കൃത്യമായ ആക്രമണം നടക്കുന്നുവെന്ന് സഹസർക്കാര്യവാഹ് അരുൺകുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രവർത്തനങ്ങൾ ഹിന്ദു വിരുദ്ധത മാത്രമല്ല ഭാരത വിരുദ്ധതയുമായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. RSS പ്രതിനിധി സഭയുടെ 2ാം ദിനത്തിലെ ചർച്ചകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും എതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും ബംഗ്ലാദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അഖില ഭാരതീയ പ്രതിനിധി സഭ ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ഹിന്ദു സമൂഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച പ്രമേയം ആഹ്വാനം ചെയ്തു. ആസൂത്രിതമായ അടിച്ചമർത്തലാണ് അവിടെ നടക്കുന്നതെന്നും ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. RSS സഹസർക്കാര്യവാഹ് അരുൺകുമാറാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. हिंदू और माइनॉरिटी कम्युनिटीज जो है उनका जो ह्यूमन राइट वायलेशन हो रहा है और कंटिन्यूअस वायलेंस, इनजस्टिस, ऑपरेशन, ये जो हिंदू समाज सहित ऑल द माइनॉरिटीज ऑफ बांग्लादेश उनके साथ जो हो रहा है उसको लेकर हमने एक चिंता व्यक्त किया है. सीरियस कंसर्न हमने अपना और प्रस्तुत किया है. പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള ഹിന്ദുക്കളാണ് അവിടെ വേട്ടയാടപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നതായി പ്രമേയം വിശദീകരിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിലും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി അതിക്രമങ്ങളെ ചെറുക്കുന്നതായി പ്രമേയം ഓർമ്മപ്പെടുത്തി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന ദൃഢനിശ്ചയം ഭാരത സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അഖില ഭാരതീയ പ്രതിനിധി സഭ വിലയിരുത്തുന്നു. ജനം, ഡൽഹി. നാഗ്പൂർ സംഘർഷത്തിൽ അക്രമകാരികൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. കലാപകാരികളുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടും, വേണ്ടിവന്നാൽ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്നും ഫട്നാവിസ് പറഞ്ഞു. തീവ്ര ഇസ്ലാമിസ്റ്റുകാരുടെ ആസൂത്രിത ആക്രമണമാണ് നാഗ്പൂരിൽ നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്നും കടുത്ത നടപടികൾ തുടരുമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. വാഹനങ്ങളും കടകളും ഉൾപ്പെടെ സംഘർഷത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. ഇതിന്റെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ മുഴുവൻ തുകയും അറസ്റ്റിലായ അക്രമകാരികളിൽ നിന്ന് ഈടാക്കും. പണം നൽകിയില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും ഇതിനായി വേണ്ടിവന്നാൽ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. इसका पूरा हिसाब निकाला जाएगा और ये पूरा नुकसान उनसे वसूल किया जाएगा और अगर वो नुकसान के पैसे नहीं भरते हैं तो उनकी प्रॉपर्टी को बेचकर ये नुकसान भरपाई की जाएगी. देखिए, महाराष्ट्र में हम लोग अपने तरीके से कार्रवाई करते हैं. जहां बुलडोजर चलाने की आवश्यकता होगी वहां चलेगा. जहां गलत काम होगा उसको रौंदा जाएगा. നാഗ്പൂരിൽ ഹൈന്ദവ സംഘടനകൾ ഖുറാൻ കത്തിച്ചെന്ന വ്യാജ പ്രചാരണം നടത്തിയായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ സംഘർഷത്തിന് തുടക്കമിട്ടത്. കലാപം ആസൂത്രണം ചെയ്ത ഫഹീം ഷമീം ഖാൻ ഉൾപ്പെടെ 100ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമികൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി ഉപദ്രവിച്ചതായും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. ബംഗ്ലാദേശ് ജയിലിൽ മരണം വരെ നിരാഹാരം ആരംഭിച്ച ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് നീതി നിഷേധത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും ലോകം മുഴുവൻ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും ഇസ്കോൺ ആവശ്യപ്പെട്ടു. ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിന് ചിന്മയ് കൃഷ്ണദാസിനെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് ധാക്കയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇസ്കോൺ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെയാണ് ജയിലിലെ പ്രതിഷേധമെന്നും ലോകരാജ്യങ്ങൾ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്നും ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതിനാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി ജയിലിൽ അടച്ചത്. അദ്ദേഹത്തിനു വേണ്ടി കോടതിയിൽ ഹാജരാകാനിരുന്ന അഭിഭാഷകനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ക്രൂരമായി ആക്രമിച്ചിരുന്നു.
നീതിന്യായ വ്യവസ്ഥകൾ അട്ടിമറിച്ചുകൊണ്ടാണ് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവാചാര്യന്മാരെ ജയിലിൽ അടച്ചതെന്ന് ചൂണ്ടിക്കാട്ടി തലസ്ഥാന നഗരമായ ധാക്കയടക്കം വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം അരങ്ങേറി. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണ പ്രതിഷേധമാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഹിന്ദു വിരുദ്ധ കലാപമായി മാറിയത്. ജനം, ഡൽഹി. പശ്ചിമ ബംഗാളിൽ സ്ത്രീകളെ ബാറുകളിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ബിൽ അവതരിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. വനിതകളുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ കൊൽക്കത്തയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുഗാന്ത മജുംദാറും മഹിളാ മോർച്ചയുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. 1909 പശ്ചിമ ബംഗാൾ എക്സൈസ് നിയമത്തിൽ സ്ത്രീകൾക്ക് മദ്യവിൽപ്പനശാലകളിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന ഭേദഗതി കൊണ്ടുവരാനാണ് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ നീക്കം. സംസ്ഥാനത്ത് വനിതകൾക്ക് സുരക്ഷയൊരുക്കൂ, എന്നിട്ട് വനിതകളെ ബാറിലേക്ക് ജോലിക്ക് വിടുമെന്ന് മമതാ ബാനർജിയോട് പ്രതിഷേധക്കാർ പറഞ്ഞു. വികസിത ഭാരതം യാഥാർത്ഥ്യമായാൽ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഗുണം ചെയ്യുമെന്ന് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. സാമ്പത്തിക മേഖല വളരുന്നതിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ സർക്കാരിന് സാധിക്കും. AI തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്ന ആശങ്ക ഒഴിഞ്ഞു. AI മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നും ബിൽ ഗേറ്റ്സ് കൂട്ടിച്ചേർത്തു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ വിഘടനവാദ ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗം പരാജയം. മമതാ ബാനർജിയും സിദ്ധരാമയ്യയും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തില്ല. ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും വിട്ടുനിന്നതും സ്റ്റാലിന് തിരിച്ചടിയായി. അതിർത്തി പുനർനിർണയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആണ് എന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം. രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് മണ്ഡല പുനർനിർണയത്തിലേക്ക് കേന്ദ്രം കടക്കുന്നത്. നിലവിലെ ലോക്സഭയുടെ അംഗബലം 543 ആണെങ്കിൽ മണ്ഡല പുനർനിർണയത്തോടെ അത് 888 ഉയരും. ഇതിനെ എതിർത്താണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചെന്നൈയിൽ നടന്നത്. 7 മുഖ്യമന്ത്രിമാരെ സ്റ്റാലിൻ ക്ഷണിച്ചുവെങ്കിലും എത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും മാത്രം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മാഞ്ചി എന്നിവരെ സ്റ്റാലിൻ ക്ഷണിച്ചുവെങ്കിലും യോഗത്തിന് എത്തിയില്ല. ജനം, ഡൽഹി. സ്റ്റാലിൻ വിളിച്ച യോഗം നാടകമെന്ന വിമർശനവുമായി BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ. മെട്രോ ലൈനുമായി ബന്ധപ്പെട്ട് കർണാടകമായും കേരളവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിലും ഉൾപ്പെടെ തർക്കം നിലനിൽക്കുമ്പോഴാണ് അതിർത്തി പുനർനിർണയത്തിന്റെ പേരിൽ സ്റ്റാലിൻ നാടകം നടത്തുന്നതെന്ന് അണ്ണാമലൈ വിമർശിച്ചു. അയൽ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ സ്റ്റാലിൻ ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും അണ്ണാമലൈ പറഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായിട്ടാണ് BJP പ്രവർത്തകർ രംഗത്തെത്തിയത്. Madam, the objective is very clear. In the last 4 years after DMK has come to power, our state's interest is continually getting sacrificed. Especially to Kerala and Karnataka, after the communist government in Kerala has come, after the Congress government in Karnataka has come, the Chief Minister of Tamil Nadu through MK Stalin ji has decided to sacrifice our interest for political gain. I will tell you with respect to Kerala alone, Mullai Periyar issue continues to be an ongoing issue. The current communist government doesn't even allow Tamil Nadu engineers to visit and repair Baby Dam. That is one. Shenbagavalli Dam, which is an ongoing problem, rectifying which we will get irrigation for lakhs of agriculture land in Tenkasi. DMK's manifesto number 84 to solve Sembagwalli problem. Even Tamil Nadu Chief Minister after 4 visits to Kerala hasn't done it. Now from Thiruvananthapuram Medical College to many places from Kerala, lot of medical waste gets dumped into Tenkasi and Coimbatore, which is an ongoing problem. So when two states are neighbors, it is natural we get problems. Tamil Nadu Chief Minister has never made an effort to go there, talk with them, sit with them, solve an issue. കലാപബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലെത്തി. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഘർഷം നടന്ന പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. സമാധാനം ഉറപ്പാക്കുന്നതിനും കലാപബാധിതർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകൾ നടത്തും.
ജസ്റ്റിസ് B.R. ഗവായിയുടെ നേതൃത്വത്തിലാണ് സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രതിനിധി സംഘം മണിപ്പൂരിലെത്തിയത്. ഇംഫാലിലെത്തിയ പ്രതിനിധി സംഘം സംഘർഷം നടന്ന കുക്കി, മെയ്തി വിഭാഗങ്ങളുടെ മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് B.R. ഗവായിയുടെ മേൽനോട്ടത്തിൽ മണിപ്പൂരിൽ വിവിധയിടങ്ങളിൽ ലീഗൽ സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. കലാപബാധിതർക്ക് ആരോഗ്യ സുരക്ഷ, പെൻഷൻ, തൊഴിലവസരങ്ങൾ, തിരിച്ചറിയൽ രേഖകൾ വീണ്ടെടുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ലീഗൽ സർവീസ് ക്യാമ്പ് വഴി സഹായം ലഭിക്കും. സമാധാനം ഉറപ്പാക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകളും പ്രതിനിധി സംഘം നടത്തും. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസുമാരുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കി. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനു ശേഷം സൈനിക നടപടി കർശനമാക്കിക്കൊണ്ട് സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുകയാണ്. ആയുധമെടുക്കുന്നവർക്കെതിരെ അതേ രീതിയിൽ കടുത്ത മറുപടി നൽകുമെന്ന് മണിപ്പൂരിലെ സുരക്ഷാ അവലോകന യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. രോഗബാധിതനായതിനു ശേഷം ആദ്യമായാണ് മാർപ്പാപ്പ വിശ്വാസികളെ കാണുന്നത്. അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന റോമിലെ ജമല്ലെ ആശുപത്രിയിലെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നാകും ജനങ്ങളെ അഭിവാദ്യം ചെയ്യുക. ഫെബ്രുവരി 14-നാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ശബ്ദ സന്ദേശവും പുറത്തുവിട്ടിരുന്നു. ആന്ധ്രയിലെ തിരുമല കുന്നുകൾക്ക് സമീപം ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിനായി YSR കോൺഗ്രസ് സർക്കാർ ഭൂമി അനുവദിച്ച നടപടി റദ്ദാക്കി ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു. ഒബ്രോയ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ ദേവലോക്, MR KR, മംതാസ് ബിൽഡർമാർക്കായി 35 ഏക്കർ ഭൂമിയാണ് മുൻ സർക്കാർ അനുവദിച്ചത്. തിരുപ്പതിയിൽ ഹിന്ദു ജീവനക്കാർ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.